ഉണ്ണിത്താൻ ഞാൻ എത്ര ഓടിയാലും കിതക്കിയല്ല. മിസ്റ്റർ ഉണ്ണിത്താൻ സൈക്കിൾ ഓട്ടുമ്പോ കിതക്കാറുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. കാരണം 7 വയസ്സ് തൊട്ടേ പതിവായി ഞാൻ സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ആരോഗ്യത്തിന്റെ പിന്നെ രഹസ്യവും സത്യം പറഞ്ഞാൽ ഇതാണ്: ഒരു ദിവസം കുറച്ചു നേരമെങ്കിലും സൈക്കിൾ ചവിട്ടിയില്ലെങ്കിൽ എനിക്കെന്തോ ഒരു വല്ലായ്മയാണ്. മിസ്റ്റർ ഉണ്ണിത്താൻ, ഞാൻ എന്തോ പറയാൻ വിട്ടുപോയി. ഇന്നലെ നിങ്ങൾ വല്ലാതെ ക്ഷോഭിച്ചിരുന്നു. ഇങ്ങനെ ക്ഷോഭിക്കുന്നത് ഹാർട്ടിന് ദോഷകരമാണ്. അല്ല ഉറാച്ച, നമ്മുടെ ഹാർട്ടിന് എന്തോ കുഴപ്പമുള്ളത് കൊണ്ടല്ലേ കൂടെ കൂടെ ഇങ്ങനെ ക്ഷോഭിക്കുന്നത്? ഞാൻ വരട്ടെ. നിക്കണം. എന്റെ വീട് വഴിയല്ലേ പോകുന്നു. അതെ, ഞാനും കൂടെ കയറിക്കളയാം. വണ്ടി കാലിയായിട്ട് കയറിക്കോ. നോക്കി. അല്ല, ഔറാച്ചൻ പറയുന്നത് എന്തോ ചെയ്യാ? ഞാനൊന്നും ചെയ്യുന്നില്ലെന്ന് എന്റെ വയറ് മുട്ടുന്നോണ്ട് നിങ്ങൾക്ക് തോന്നുക. പൊന്ന് ഔറാച്ച, ഈ വെയിറ്റ് ഒന്ന് കുറയ്ക്കേ. ഓവർ വെയിറ്റാ. അത് തന്നെയാ എന്റെ ഭാര്യയും പറയുന്നത്. കഴിഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ മഹാബോറ. പിന്നെ ചേച്ചി പറയുന്ന പോലല്ലേ, ചേച്ചിക്ക് വേഷം ചേരാത്തിന് ഞാനെന്താ ചെയ്യുക? ഈ വേഷമൊക്കെ ഇട്ടാ ഫിഗറിന് നല്ല ഷേപ്പ് ഉണ്ടെങ്കിൽ സ്മാർട്ട് ആയിരിക്കും. ചുമ്മാ നല്ല ആമ്പിള്ളേരെ കമന്റ് അടിക്കുന്നത്. ഇതൊക്കെ ഇട്ടോണ്ട് പോയാൽ അവര് കമന്റ് അടിക്കുക എന്നെ ചെയ്യും. കമന്റ് അടിച്ചോട്ടെ, കമന്റ് അടിച്ചാ എനിക്ക് പുഷ്ക. ഡാഡി, 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 ഈ വേഷം എനിക്ക് നല്ല ചേർച്ചയുണ്ടല്ലേ? വേഷം കൊള്ളാം, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഇവളുടെ വേഷം. സാരി. അതന്നെ. എടി മോളെ, നിന്റെ മമ്മിയുടെ യാതൊരു വിവരവുമില്ലല്ലോ. മമ്മി അമ്പലത്തിൽ പോയിരിക്കുക, ഉടനെ വരും. ഇവളെന്തിനാടി അമ്പലത്തിൽ പോകുന്നത്? അവളുടെ ശരിയായ ദൈവം ഇവിടെയല്ലേ ഇരിക്കുന്നത്. നമുക്ക് പോവാം. നിങ്ങൾ വരട്ടെ. എടി, റോഡിൽ കിടന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. എങ്ങനെ എന്റെ അനി രാവിലെ ഇത്? എനിക്ക് ദീർഘകാലം ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ഉള്ള കാലം മനുഷ്യൻ കഴിക്കുന്ന ആഹാരം കഴിച്ചോട്ടെ. എന്താ ഈ പറയുന്നത്? കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോഴേ ഷുഗർ എത്രയെന്ന് അറിയാമോ? പ്രഷറും കൂടുതലുണ്ട്. വേണ്ട 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 വേണ്ട, ഇത് മാത്രം കഴിച്ചാൽ മതി. എന്നാ പിന്നെ ഇതിന്റെ ആവശ്യമുണ്ടോ? ആഹാരമായിട്ട് ഈ ഗുളിക പോരെ? കർത്താവേ, എന്തിനാ ഈ ഡയബറ്റീസും പ്രഷറും ഒക്കെ? നേരിട്ടങ്ങ് വിളിച്ചാ പോരെ? ഞാനങ്ങ് വരത്തില്ലയോ? ഡോണ്ട് ബി സിലി. ഹെൽത്ത് ഈസ് വെൽത്ത്. ദാ കുടിച്ചോളൂ. കണ്ണടച്ചു കുടിച്ചോളൂ. ഞങ്ങളെ ഒന്നും ഇങ്ങോട്ട് നോക്കി. രാവിലെ മോര് പുറകെ നടക്കുക. അല്ല, പോവാണോ? നോക്കിയില്ലോളിയ. എന്താ സാറേ, പുതിയ ക്ലാസ്സിൽ പോകുന്നോണ്ടാണോ സ്കൂൾ പിള്ളേരെ പോലെ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് ഷൈൻ ചെയ്യാൻ വന്നിരിക്കുന്നത്? വെളുപ്പ് വിശുദ്ധിയുടെ ലക്ഷണമാണ്. അധ്യാപകൻ അതിന്റെ വക്താവുമാണ്. ഒന്ന് ജീവിച്ച് പോട്ടുണ്ട് സാറേ. There are several types of chemical decompositions. Certain decompositions take place in nature without our knowledge. Decay of buried human body is the best example of this kind. Let us now take a good example of double decomposition. എഴുതിയോ? എന്താ നോക്കിയിരിക്കുന്നത്? എഴുതുന്നില്ലേ? അയ്യോ, ഭയങ്കര ഉഴപ്പാന്നേ. Who is that? Now, coming back to the point, take a small quantity of sodium nitrate. Take a small quantity of sodium nitrate and mix it with lead carbonate. Put the mixer in a test tube. And heat it properly. Double decomposition takes place and thick fumes are produced. അവിടെ എന്താ അത്?
Sick fumes are produced. എഴുന്നേക്കടോ, കിടക്കടോ പുറത്ത്. ഞാൻ പോട്ടെ. Get out from the class. ഓ, എന്റെ പൊന്ന് ദൈവമേ, ഒരു ഗതിയില്ലെങ്കിൽ മാത്രം ഈ പണിക്ക് പോവാവൂ. പണ്ടൊക്കെ ഗുരുബോധനോട് ഭക്തിയാ. ഇപ്പൊ ഓരോരുത്തരും ഗുരുവിന്റെ തോളി കൈയിട്ടുണ്ടല്ലേ പാഠം പഠിക്കുന്നത്. എടോ, അതിന് വിദ്യാർത്ഥികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ കാര്യത്തിലും കാലം മാറിയില്ലേ? ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്തോന്ന് യോഗ്യതയുണ്ട് കോളേജ് അധ്യാപകരാകാൻ? താനെന്താ അങ്ങനെ പറഞ്ഞത്? ഒരു യോഗ്യതയില്ല. അവന്മാര് ചോദിക്കുന്ന ആശ എങ്ങനെയെങ്കിലും മെനക്കെട്ട് കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏത് കുറ്റിച്ചൂലിനും കോളേജ് ലെക്ചറാകാം. പിന്നെ പിള്ളേരെ മാത്രം എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്നത്? ഞാനുള്ള കാര്യം പറയാലോ. 45,000 രൂപ എണ്ണി കൊടുത്തു. നെക്സ്റ്റ് ഡേ എനിക്ക് അപ്പോയിന്റ്മെന്റ്. ആട്ടെ, താനെന്തോ കൊടുത്തു? ഞാനും ഏതാണ്ട് അത്രയും കൊടുത്തു. പിന്നെന്തിനാ കുറ്റം പറയുന്നേ? സാർ, റെക്കോർഡ്. ഉള്ളത് പറയാമല്ലോ. ഞാൻ നോക്കിയിട്ട് കൂട്ടത്തിൽ ഭേദം ഈ കുട്ടിയെ. ഭേദമെന്ന് വെച്ചാൽ? അല്ല, പൊതുവെ ഞാൻ നോക്കിയെടുത്തോളും ഭേദം. ആട്ടെ, താനിവിടെ പഠിപ്പിക്കാൻ വരുന്നു അതോ കൂട്ടത്തിൽ ഭേദം നോക്കാൻ വരുന്നു? ചുമ്മാ പോടോ. അതാ ഞാൻ പറഞ്ഞേ, കുഴപ്പം ഇവിടെ ഒന്നും അല്ലടോ, അങ്ങ് വേരില. നമസ്കാരം. 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 ഞാൻ ഇവിടുത്തെ പുതിയ ഗ്രാമസേവയാണ്. എന്റെ ഭാര്യയും മക്കളും ആരും ഇപ്പൊ ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം സൗകര്യമായി അവിടെ നിന്ന് സംസാരിക്കാം. ഇവിടെ പശു ഉണ്ടല്ലേ? ഉണ്ട്. കറവേണ്ട പശുവാണോ? അത് എന്റെ ഭാര്യ വന്നാലേ അറിയാൻ പറ്റൂ. പശുവിന് രോഗം വല്ലതും വരാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പരാതി പശു പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അവിടെ നോക്കി വേണ്ടാത്തൊന്നും പഠിച്ചു വെക്കരുത്. ആനിയല്ലേ എപ്പോഴും പറയാറ്, മിസ്റ്റർ ഉണ്ണിത്താൻ രാവിലെ എഴുന്നേക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, അത് കണ്ട് പഠിക്കണമെന്നൊക്കെ. ഇത് ഒരുതരം എക്സസൈസ് ആണ്, മെന്റൽ എക്സസൈസ്. വേണ്ട വേണ്ട വേണ്ട, ഇങ്ങനത്തെ എക്സസൈസ് ഒന്നും പഠിക്കണ്ട. അല്ലേ, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് പോയി പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കാം. എടി, നീ ഉദ്ദേശിക്കുന്ന മാതിരി സ്ത്രീയല്ല അവരിവിടുത്തെ ഗ്രാമസേവികയാണ്. അതെന്താ, ഗ്രാമസേവി സ്ത്രീയല്ലേ? ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ 1 മണിക്കൂർ നേരം ഇവിടുന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ? അവരോട് പിന്നെ വരാൻ പറഞ്ഞ പോരായിരുന്നോ? എടി, നിനക്ക് പണ്ട് മുതൽക്കേ ഉള്ളതാണ് ഈ സംശയിക്കുന്ന സ്വഭാവം. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല. അവരിവിടെ വന്നു, സംസാരിച്ചു, പറഞ്ഞു വിടുകയും ചെയ്തു. കാര്യം നിസ്സാരം. ആഹാ, പണ്ട് മുതലൊക്കെ എനിക്കറിയാം. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. ആരെ കണ്ടാൽ ഇരുന്നങ്ങ് വർത്താനം പറയും. ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ കോടതി പറഞ്ഞെങ്കിൽ എന്ത് പ്രയോജനം ഉണ്ടായിരുന്നു? എടി, നീ പിന്നെയും തുടങ്ങിയ കോടതി എന്ന് പറഞ്ഞു. ഈ കോടതിയുടെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ വക്കീൽ പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് എനിക്കറിയാം. എന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. പിന്നെ നീ എന്തിനാ എന്റെ പുറകെ ഇറങ്ങി വന്നത്? ഞാനല്ലല്ലോ അങ്ങോട്ട് കല്യാണം എന്ന് പറഞ്ഞു വന്നത്, നീയല്ലേ? റോഡിൽ പോകുന്നവരൊക്കെ എത്തി നോക്കുന്നു. എത്തി നോക്കട്ടെടി. റോഡിൽ പോകുന്നവർ മാത്രമല്ല, ഈ ലോകം മുഴുവൻ എത്തി നോക്കട്ടെ. എല്ലാരും അറിയട്ടെ നിന്റെ മമ്മിയുടെ സ്വഭാവം. എന്നാ പിന്നെ മമ്മിക്കെങ്കിലും ഒന്നും ഉണ്ടായിരുന്നൂടെ? അപ്പുറത്ത് എന്നെ കൊച്ചാക്കിയില്ലേ? അവരുടെ മുമ്പ് നിങ്ങൾ എന്നെ കൊച്ചാക്കിയില്ലേ? കഴിക്കണ്ട, ആരും ഒന്നും കഴിക്കണ്ട. പാടുപെട്ടുണ്ടാക്കിയതാ പാവയ്ക്ക കൊണ്ടാട്ടം.